ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലുള്ള പെരുമ്പിലാവ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ നഗരത്തിലാണ്. പാലക്കാട് റോഡ്, കോഴിക്കോട് റോഡൊക്കെ സംഗമിക്കുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് പെരുമ്പിലാവ് കേട്ടോ. ഒരു KSRTC പോയത് കണ്ടില്ലേ, എന്താ വൈബില്ലേ. അപ്പോൾ ആ വലത്തേക്ക് പോകുന്ന റോഡാണ് പാലക്കാട് റോഡ് കേട്ടോ. ഈ KSRTC വരുന്നില്ലേ, ആ വഴിയാണ് പാലക്കാട് റോഡ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് കാലിക്കറ്റ് റോഡ് കേട്ടോ. നമ്മുടെ കോഴിക്കോടേക്കുള്ള വഴി ആ പോകുന്നില്ലേ, ആ പച്ച ലോറിയൊക്കെ പോകുന്നില്ലേ, അതൊക്കെയാണ് കോഴിക്കോടേക്കുള്ള വണ്ടിയാണ്. അപ്പോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു നഗരം തന്നെയാണ് പെരുമ്പിലാവ് ജംഗ്ഷൻ കേട്ടോ. പെരുമ്പിലാവ് അക്കിക്കാവ് എന്ന് പറയുന്ന രണ്ട് ജംഗ്ഷനുകൾ കൂടി ചേർന്നതാണ് ഈ സ്ഥലം. ഈ റോഡ് തൃശ്ശൂർ എറണാകുളം പോകുന്ന വഴിയാണ്, സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ. പിന്നെ കുന്നംകുളം, ഗുരുവായൂർ എന്ന് പറയുന്ന ടൗണുകളിലൂടെയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ NH66 66-ൻ്റെ ഒരു ചെറിയ വീഡിയോ പകർത്താനാണ് പോകുന്നത്, ചാവക്കാട് ടു വാടാനപ്പള്ളി. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഉടൻ തന്നെ കടക്കാം. നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ കേട്ടോ, NH66 ചാവക്കാട് ടൗണിൻ്റെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്, ചാവക്കാട് ടൗൺ മാത്രമായിട്ട്. അപ്പോൾ ഇതാണ് NH66-ൻ്റെ വർക്ക് നടക്കുന്ന ഏരിയ, ചാവക്കാട് തൊട്ട് വാടാനപ്പള്ളി വരെ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നല്ലോ കേട്ടോ, ഒട്ടും പ്രോഗ്രസ് അല്ല. നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിലെ, കണ്ണൂർ ജില്ലകളൊക്കെ ഉണ്ടല്ലേ, ആ ഡിസ്ട്രിക്റ്റിലെ പോലത്തെ ഒരു വർക്ക് സ്പീഡ് ഇവിടെ കാണുന്നില്ല, കുറച്ച് മന്ദഗതിയിലാണ്. നോക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളും കുതിച്ച് പായുന്നത് കൊണ്ടായിരിക്കാം അതുപോലെ വർക്ക് നടക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ, കമ്പി കെട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ, നെറ്റ് കെട്ടിയിട്ട്. ഇനി അതെല്ലാം കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതിൻ്റെ വർക്കിന് വേണ്ടി ഇറക്കി വെച്ചിട്ടുള്ള സാധന സാമഗ്രികൾ കാണാം കേട്ടോ. മനോഹരമായൊരു പ്രദേശം തന്നെ കേട്ടോ ചാവക്കാട്. ഈ തീരപ്രദേശത്തോടു കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള കടലിൽ നിന്നുള്ള കാറ്റും എല്ലാം കൊണ്ട് സമൃദ്ധമാണ്. കായലുകളുണ്ട്, ചതുപ്പുകളുണ്ട്, ഒട്ടേറെ പക്ഷി സങ്കേതങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇടങ്ങളാണ്. കനാല് റൈറ്റ് സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ സംഭവം തന്നെയാണല്ലോ കനോലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കനോലി കനാൽ. അതിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് കാണിച്ചു തരാൻ നിർവാഹമില്ല, ഒരിക്കൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്തുള്ള ജംഗ്ഷനുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം ജംഗ്ഷനുകളൊക്കെ വിട്ടിട്ടുള്ള ബൈപ്പാസുകളാണ് കൂടുതൽ വരുന്നത്. ഈ ഭാഗത്താണ് തോന്നുന്നു, മതിലകം ബൈപ്പാസൊക്കെ ഇവിടെ തോന്നുന്നു. ചാവക്കാട് ബൈപ്പാസ് ഉണ്ട്. NH66-ൻ്റെ വീഡിയോ എടുത്താൽ മതിയാകില്ല. കാരണം ഓരോ ആഴ്ചയിലും പുതിയ പുതിയ അപ്ഡേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളും വരുന്നുണ്ട്. ഇവിടെ കുറച്ച് മന്ദഗതിയിലാണ് എന്ന് മാത്രം. എന്തായാലും കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, അത് വേറെ ലെവലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ മുഷിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിലേ നിങ്ങൾക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്, അതങ്ങോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഇനി നിങ്ങൾ ഈ കാഴ്ചകൾ കാണുക. തൽക്കാലം ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ സംസാരം നിർത്തിയാൽ പറ്റില്ലല്ലോ. കണ്ടോ, മനോഹരമായ ഒരു കാഴ്ച കണ്ടില്ലേ, കായൽ. ചേറ്റുവയിലെത്തിക്കണോട്ടോ നമ്മൾ. ചേറ്റുവ പാലത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. പുതിയ പാലത്തിൻ്റെ വർക്ക് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അത്ര സ്പീഡിലല്ല നടക്കുന്നത്.
പില്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗർഡറുകളുടെ വർക്ക് നടക്കുന്നു. ആ പാലം കൂടി വന്നാൽ ശരിക്കും അത് 6 വരി പാതയായി മാറും. അപ്പോഴും ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം 2 വരി തന്നെ ആയിരിക്കും കേട്ടോ. 1 വേ തന്നെ ആയിരിക്കും. അപ്പോൾ ചേറ്റുവ പാലം കണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. ഈ യാത്ര ഇതുവരെയുള്ളൂ. പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.